നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാൻ സേന ഇതിൽ ഇടപെടുകയും ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ എയർബേസുകളെയെല്ലാം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ആക്രമണത്തെ തടുക്കാൻ പാകിസ്ഥാന് കഴിയില്ല. പാകിസ്ഥാൻ വിചാരിച്ചതിലും അപ്പുറത്താണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യ ഇനിയും ആക്രമിക്കുമോ എന്നൊരു ഭയമുണ്ട്. ആ ആക്രമണത്തെ തടയാനാകണം ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് എന്തും സഹിച്ച്, അമേരിക്ക പറയുന്നത് എന്തും അനുസരിച്ച് അമേരിക്കയോടൊപ്പം നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ ആക്രമണത്തെ തടുക്കാനായി ഏത് സമയത്തും ഇന്ത്യ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്കയുമായി പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ വൻ സേനാ വിന്യാസം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാൻ്റെ കിഴക്കൻ അതിർത്തി അത് ഇന്ത്യയോട് ചേർന്നിട്ടുള്ളതാണ്. ആ കിഴക്കൻ അതിർത്തിയുടെ വടക്ക് മുതൽ തെക്ക് വരെ പാകിസ്ഥാൻ ശക്തിയായ പീരങ്കികൾ വിന്യസിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ പീരങ്കികൾ ചൈനീസ് നിർമ്മിതമാണ്. ചൈനയുടെ സർക്കാർ സ്ഥാപനമായ ഒരു പൊതുമേഖലാ സ്ഥാപനമായ നോറിൻകോ എന്ന് പറയുന്ന പ്രതിരോധ കമ്പനി നിർമ്മിക്കുന്ന SH-15 എന്ന് പറയുന്ന പീരങ്കികളാണ്, ഹോവിസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പീരങ്കികളാണ് ഇവർ ഈ കിഴക്കൻ അതിർത്തിയിലെ വടക്ക് നിന്ന് തെക്ക് വരെ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. 72ഓളം കിലോമീറ്റർ ദൂരപരിധിയുള്ള പീരങ്കികളാണ് ഇവ. കനത്ത ഷെല്ലിംഗ് നടത്താൻ സാധിക്കും ഈ ഇത്തരത്തിലുള്ള പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട്. ഏതാണ്ട് 250ഓളം പീരങ്കികൾ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ച് കഴിഞ്ഞതായി ഇന്ത്യയുടെ സൈന്യത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചൈനീസ് നിർമ്മിത പീരങ്കികൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നു. ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അപ്രതീക്ഷിത ആക്രമണങ്ങളെ തടുക്കുക എന്നുള്ളതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ചൈനീസ് നിർമ്മിതമാണ് ഈ SH-15 എന്ന് പറയുന്ന ഹോവിസ്റ്ററുകൾ. ചൈന സ്വന്തം സൈന്യത്തിൽ ഉപയോഗിക്കുന്ന PCL-181 എന്ന് പറയുന്ന 6x6 ട്രെയിലറുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ പീരങ്കികളാണ് ഇവ. കവചിത വാഹനങ്ങളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് പ്രൊപ്പൽഡ് പീരങ്കികൾ, ഈ പീരങ്കികൾ ചൈനയുടെ സൈന്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന PCL-181 എന്ന പീരങ്കിയുടെ ഒരു പതിപ്പാണ്, ഒരു ചെറു പതിപ്പാണ് ഈ പറയുന്ന SH-15 ഹോവിസ്റ്ററുകൾ. അത് കയറ്റുമതിക്ക് വേണ്ടി മാത്രം ചൈന നിർമ്മിക്കുന്നതാണ്. ഇതേ SH-15 ഹോവിസ്റ്ററുകളാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ ഹോവിസ്റ്ററുകളാണ് ഇപ്പോൾ അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. 72 കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കവചിത വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിവേഗം ഇത് വിന്യസിക്കാൻ സാധിക്കും. പെട്ടെന്ന് ഉള്ള ആക്രമണത്തെ ചെറുക്കാനുള്ള ഫയറിംഗ് നടത്താനും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പീരങ്കികളെ ഉപയോഗിക്കുന്നത്? അത് തീർച്ചയായും ഇന്ത്യയെ ഭയന്നിട്ട് തന്നെയാണ്. ഇന്ത്യയെ ഭയക്കാൻ 2-3 കാരണങ്ങൾ പാകിസ്ഥാൻ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുൽഗാം ഭീകരാക്രമണം തന്നെയാണ്. കുൽഗാമിൽ മോട്ടോർ ബൈക്കിലെത്തിയ 2 ഭീകരരാണ് അവിടെയുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തത്. നിരവധി പേർക്ക് പരിക്കേറ്റുവെങ്കിലും ഒരാൾ ആണ് മരണമടഞ്ഞത്. ഇത്തരത്തിൽ കശ്മീരിൽ പുറത്തുനിന്ന് പണിയെടുക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടതിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും പാകിസ്ഥാൻ ഹാൻഡിലർമാരും ഉണ്ട് എന്ന് ഇന്ത്യക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില ഹാൻഡിലർമാരാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യക്ക് വളരെ വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന അനുസരിച്ചിട്ടാണ് നിർത്തിയത്. ആ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് നിർത്തുമ്പോൾ ഇന്ത്യ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, പഹൽഗാം ഭീകരാക്രമണം പോലെ ഒരു ഭീകരാക്രമണം ഇനിയും ഉണ്ടായാൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്നാണ്. പഹൽഗാം ഭീകരാക്രമണം നമുക്കറിയാം, അത് രാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. 26 വിനോദസഞ്ചാരികളാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളാണ് ഈ കൊലപാതകം നടത്തിയത്. അവർക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെയുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞതാണ്. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയതും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം
ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞതും. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച, പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ പങ്കു വഹിച്ചിട്ടുള്ള ഒരു ഭീകരനാണ് കുൽഗാമിലും ഭീകരാക്രമണം നടത്തിയത്. ഇയാളും പാകിസ്ഥാൻകാരനാണ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ ഇയാളാണ് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് നേരത്തെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസികളുമായും ബന്ധമുണ്ട് എന്നിപ്പോൾ കൃത്യമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ചെറുതാണെങ്കിൽ കൂടി ഒരു പഹൽഗാം പോലെയുള്ള ഭീകരാക്രമണം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെയാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്. ഇക്കാര്യം ഇന്ത്യ അറിഞ്ഞു എന്ന് പാകിസ്ഥാൻ അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസ് പുറത്തുവിട്ട ചില വിവരങ്ങളാണ്. അതായത് ബംഗാൾ പോലീസ് പുറത്തുവിട്ടത് ഒരു മന്ത്രി, അവിടുത്തെ ഒരു മന്ത്രിയുടെ മകനെ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ഒരു ശ്രമമുണ്ടാകുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സുവേന്ദു അധികാരിയെ അപായപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരിക്ക് എപ്പോഴൊക്കെയാണ് കനത്ത സുരക്ഷയുള്ളത്, എപ്പോഴൊക്കെയാണ് അയഞ്ഞ സുരക്ഷയുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പാകിസ്ഥാനിലെ ചില ഹാൻഡിലർമാർ ഇവിടുത്തെ ചില ലോക്കൽ ആളുകളുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യമെന്നത് ദില്ലിയിൽ നടന്ന ജന്തർ മന്ദറിൽ നടന്ന സമരം. ആ സമരം കുട്ടികളുടെ സമരമായിരുന്നു. ആ സമരത്തിലേക്ക് ദില്ലി പോലീസിൻ്റെ വേഷത്തിൽ നുഴഞ്ഞു കയറാനും അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ ശ്രമം നടന്നിരുന്നു. ഈ 3 ശ്രമങ്ങളും നടത്തിയത് ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകര സംഘടനയുടെ നിർദ്ദേശത്താലാണ്. അതുകൊണ്ട് തന്നെ അതും ഇപ്പോൾ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ചാറ്റുകളടക്കം പാകിസ്ഥാൻ ഹാൻഡിലർമാരിൽ നിന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്കുള്ള ചാറ്റുകളടക്കമാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോർത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യവും സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്, ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ആക്രമണം നടത്താൻ ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും കാഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാണ് ഈ തെളിവുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇങ്ങനെ ഒരു സാഹസം വീണ്ടും കാട്ടിയാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യ കൈയോടെ പൊക്കിയപ്പോൾ ഇന്ത്യ ഇനിയും വീണ്ടും ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യങ്ങൾ കൃത്യമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒരുപക്ഷെ വീണ്ടും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാലോ എന്നൊരു ഭയം തീർച്ചയായും പാകിസ്ഥാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ പീരങ്കികളടക്കം വിന്യസിച്ചുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ അതിർത്തിയിൽ നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ കനത്ത ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒക്കെ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങളെല്ലാം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിരുന്നു. അതായത് ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട, ഇന്ത്യയുടെ സൈനിക ലക്ഷ്യങ്ങളിലൂടെ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട എല്ലാ കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി മണിക്കൂറുകൾ കൊണ്ട്. എന്നാൽ ഇതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ അവിടെ നിന്നും ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിലേക്ക് അയച്ചു. ഇതൊന്നും ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ ഇത് തകർത്ത് കളയുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാന് ഏറ്റവും അധികം എഫക്റ്റീവായി മാറിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശങ്ങളിലെ ഷെല്ലിംഗ് ആണ്. കനത്ത ഷെല്ലിംഗ് ആണ് കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ നടത്തിയത്. അതായത് അവിടെയുള്ള ജനവാസ മേഖലകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കനത്ത ഷെല്ലിംഗ്, പീരങ്കികൾ ഉപയോഗിച്ച് കനത്ത ഷെല്ലിംഗ് പാകിസ്ഥാൻ നടത്തിയിരുന്നു. ആ ഷെല്ലിങ്ങിലാണ് നമുക്ക് സൈനികരെ നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ 1-2 നാട്ടുകാർക്ക് പരിക്കേറ്റതുമെല്ലാം ആ ഷെല്ലിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഷെല്ലിംഗ് കർക്കശമാക്കുക, ഇത്തരത്തിൽ അതിർത്തിയിലുടനീളം പീരങ്കി ഉപയോഗിച്ച് വെടിവെച്ചുകൊണ്ടിരുന്നാൽ ഇന്ത്യ മുട്ടുമടക്കുമെന്നൊരു തോന്നൽ ഇപ്പോൾ പാകിസ്ഥാന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കിഴക്കൻ മേഖലകളിൽ പീരങ്കിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലടക്കം ശക്തമായ ഷെല്ലിംഗ് നടത്തിയാൽ ഇന്ത്യയെ വരുതിയിലാക്കാൻ കഴിയും എന്നിപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നു. കഴിഞ്ഞ തവണ അത് പരാജയപ്പെട്ടു പോയതാണ്. പക്ഷേ വീണ്ടും അതിന് കഴിയുമെന്ന് പാകിസ്ഥാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഇന്ത്യയെ നേരിടാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പീരങ്കിപ്പടയെ ഇപ്പോൾ കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്.